ഹായ് ഓൾ, ദിസ് ഈസ് അരുൺ. അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് നോക്കുന്നത് ടാറ്റ കെമിക്കൽ ലിമിറ്റഡിൻ്റെ ഒരു കമ്പനി അനാലിസിസ് ആണ്. അതിന് എൻഡെപ്തായിട്ട് ചെയ്തിട്ടുള്ള ഒരു 15 മിനിറ്റ്സിനുള്ളിൽ തീർക്കണം എന്നുള്ള രീതിയിൽ മാക്സിമം കാര്യങ്ങൾ ഈ ഒരു 15 മിനിറ്റിനുള്ളിൽ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ജസ്റ്റ് ബേസിക് ആയിട്ട് ഉള്ളൊരു അപ്രോച്ച് എങ്ങനെ ചെയ്യാന്നുള്ള രീതിയിൽ ഏറ്റവും ഷോർട്ട് കട്ടായിട്ട് രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇനി വരുന്ന ഇതിൽ ഡ്യൂറേഷൻ കൂട്ടിയാലേ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. നമുക്ക് ആദ്യം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്തിട്ട് വരാം. നമുക്കിതിൻ്റെ ഫിനാൻഷ്യൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ ആക്ച്വലി ഇതിൻ്റെ ആനുവൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അത് ആനുവൽ 2019 ഈസ് നോട്ട് പ്രസൻറ്റ്, 20 പ്രസൻറ്റ് അല്ല. പക്ഷേ പിന്നെ അതിൻ്റെ വാല്യുവേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് മാർച്ച് 2020 വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ റവന്യൂ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, റവന്യൂ ഡ്രോപ്പാണ്. ദെൻ നെക്സ്റ്റ്, ഇപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ റവന്യൂ ഡ്രോപ്പാണ്, അതായത് എല്ലാം പാരാമീറ്ററും ഇവർക്ക് ഓപ്പറേറ്റിംഗ് ഫ്രം റവന്യൂ എല്ലാം ലോസിലാണ്. അതായത് 2019 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2020 ആ 1 ഇയർ പീരീഡിൽ ഇവർക്ക് ഒരു വലിയൊരു ടേൺ ബാക്ക് ഒന്നും ഇവർക്ക് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ എക്സ്പെൻസ് ഇവിടെ കുറച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് 3000 crore 2395 എന്നുള്ള രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സും കുറച്ച് എമൗണ്ടേ വരുന്നുള്ളൂ. അപ്പം ഗ്രാജുവലി റിസൾട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കുറവാണ്. അപ്പം നമുക്ക് എക്സ്പെക്റ്റഡ് ടാക്സ് എല്ലാം കഴിഞ്ഞ് വരുന്ന റിട്ടേൺ കുറവായിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ വരുന്നത്. കാരണം ഇവിടെ ഒരു ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ, അതായത് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് 834 കോടിയേ ഉള്ളൂ. അപ്പോൾ ടാക്സും എല്ലാം കറണ്ട് ടാക്സ് ഇവിടെ 162 കോടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൊടുത്ത് വരുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞത് നമുക്കറിയാം, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ 671 കോടിയേ ഉള്ളൂ. ദെൻ ദ സെക്കൻഡ് പാരാമീറ്റർ പറഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ 917 ഉണ്ടായിരുന്നു. അതായത് വലിയൊരു 300 അറൗണ്ട് 300-250 അത്രയും വലിയൊരു ലോസ് വരുന്നുണ്ട്. പിന്നീടുള്ള ഏറ്റവും വലിയൊരു ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രോഫിറ്റ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 6000 കോടി കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും എന്താണെന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. ദെൻ അഗൈൻ നമ്മൾ ആ ഒരു പീരീഡ് നോക്കുമ്പോൾ പ്രോഫിറ്റ് ഫോർ ദിസ് പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഒരു പ്രോഫിറ്റ് ആയിട്ട് കയറ്റിയിട്ടുണ്ട്, ഈ ഒരു 6840 crore എന്നുള്ളത്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു പാരാമീറ്റർ വരുന്നത് ഓപ്പറേറ്റിംഗ് ഇൻകത്തിലാണ്. ഇതൊരു നെറ്റ് ഇൻകം ആയിട്ടാണ് ഈ ഒരു പാരാമീറ്ററിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് പ്രോഫിറ്റ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിന് വരുന്ന എമൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EPS 35 നിന്ന് ഭയങ്കരമായിട്ട് കൂടി 265. ഏർണിംഗ് പെർ ഷെയർ അത്രയും കൂടുക പറയുമ്പോൾ തന്നെ അതൊരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവരുടെ പ്രോഫിറ്റ് എങ്ങനെയാണ് കയറിയെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഏർണിംഗ് പെർ ഷെയർ ഒരു ഷെയറിൽ ഇത്രയും മാത്രം, അതായത് 268 rupees എങ്ങനെ കയറിയെന്നുള്ളത് നമുക്ക് 6000 ഒരു പെട്ടെന്നുള്ളൊരു ഇൻകം അവിടെ വന്നത് കൊണ്ടാണ് ഇത് കയറിയത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ കമ്പനി ഒരിക്കലും ഒരു കാര്യം നമ്മളൊരു ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുമ്പോൾ ആദ്യം കമ്പനിയുടെ ബിസിനസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലായാൽ മാത്രം അത് പ്രൊഡക്ട്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി. ഇപ്പോൾ ഇത് കെമിക്കൽ സെക്ടറിലാണ് ഈ സ്റ്റോക്ക് വരുന്നത്, ടാറ്റ കെമിക്കൽ ലിമിറ്റഡ്. ബിസിനസ് അറിയാൻ വേണ്ടി എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നോക്കുക. അതേപോലെ തന്നെ ആനുവൽ റിപ്പോർട്ട് എടുത്തിട്ട് അവരുടെ റവന്യൂ എങ്ങനെയാണത് ജനറേറ്റ് ചെയ്യുന്ന, റവന്യൂയുടെ ബ്രേക്ക് ഡൗൺ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻലി ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അതിലൊരു ക്ലിയർ കട്ട് ഐഡിയ വന്നിട്ട് ഓക്കെ, വി ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദി പ്രൊഡക്റ്റ് ആൻഡ് ഓൾ, ദെൻ വി ജസ്റ്റ് മൂവ് അക്രോസ് ആൻഡ് ചെക്ക് ദി ആനുവൽ റിപ്പോർട്ടും കാര്യങ്ങളും ഫിനാൻഷ്യൽ റേഷ്യോസും കാര്യങ്ങളെല്ലാം പിന്നീട് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് വെബ്സൈറ്റ് നോക്കി നമുക്ക് ഈ ബിസിനസ് മനസ്സിലാകുന്നേ ഇല്ല, പ്രൊഡക്ട്സ് മനസ്സിലാകുന്നില്ല, എല്ലാം നമ്മൾക്ക് ഡെയിലി യൂസസിൽ ഒന്നും പരിചയമില്ലാത്ത പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കമ്പനി പെട്ടെന്ന് തന്നെ ഒഴിവാക്കാം. അല്ലാതെ നമ്മളിതിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു കമ്പനി ഏറ്റവും കാര്യം എന്നാൽ ബിസിനസ്സാണ്. ബിസിനസ്സിൽ നമുക്കൊരു ഫ്യൂച്ചർ ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നമുക്കിപ്പോൾ കമ്പനിയുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ ആനുവൽ റിപ്പോർട്ടിൽ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട്
തിരിച്ച് ഫിനാൻഷ്യൽ റേഷ്യോസിലേക്ക് വരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആനുവൽ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ആനുവൽ റിപ്പോർട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 2019 ആണ്. 20 അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് 2019 എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ബിസിനസ് എന്തൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് പരിചയപ്പെടുത്തുന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ബിസിനസ് ഡിവിഷൻസ് നോക്കുകയാണെങ്കിൽ 3 രീതിയിലാണ് ഇത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ബേസിക് കെമിസ്ട്രി പ്രൊഡക്ട്സ്, കൺസ്യൂമർ പ്രൊഡക്ട്സ്, സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ്. നമുക്കറിയാം, പിക്കിൽ കാണുന്ന പോലെ തന്നെ ട്രാക്ടറിൻ്റെ ഒരു ചിത്രമുണ്ട്, ഒരു സീഡിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ചിത്രമുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സീഡ്സിൻ്റെ ചിത്രമുണ്ട്, അതുപോലെ ഒരു എനർജി ഡ്രിങ്കിൻ്റെ ഒരു ചിത്രമുണ്ട്. അപ്പം നമുക്കറിയാം അഗ്രികൾച്ചർ റിലേറ്റഡ് ആണ്, ന്യൂട്രീഷ്യൻസ്, നമുക്ക് എനർജി ഡ്രിങ്ക് റിലേറ്റഡ് ആയിട്ട് ഹെൽത്ത് ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ. സോഡ ആഷ്, ബാക്ടറി റീസൈക്ലിംഗ് ആൻഡ് ബാക്ടറി ആക്റ്റീവ് പ്രൊഡക്ഷൻ. ബാക്ടറിയുടെ ഒരു മാനുഫാക്ചറിങ് അവർക്കുണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതാണ് കമ്പനിയുടെ സബ്സിഡറീസ്, അതെവിടെയൊക്കെ ഉണ്ട് നോക്കുകയാണെങ്കിൽ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അതുപോലെ തന്നെ യൂറോപ്പ്, അതായത് പല കോണ്ടിനെന്റലായിട്ടുള്ള, അത് ഇന്റർനാഷണൽ ലെവലിലാണ് അവരുടെ ബിസിനസ് എക്സ്പാൻഷൻ നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ റാലീസ് ഇന്ത്യ ലിമിറ്റഡും ഇവരുടെ ഒരു സബ്സിഡറി ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. റാലീസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആഗ്രോ കെമിക്കൽ കമ്പനിയാണ്, ആഗ്രോ ബിസിനസ് തന്നെയാണ്. അപ്പോൾ ടാറ്റ കെമിക്കലിന്റെ ആഗ്രോ ബിസിനസ് മെയിൻലി ചെയ്യുന്നത് റാലീസ് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ റവന്യൂ ബ്രേക്കപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് കെമിസ്ട്രി പ്രോഡക്ട്സ് ഇന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. 8,309 crores ആണ് അവർ ജനറേറ്റ് ചെയ്ത ബിസിനസ്. അതേപോലെ തന്നെ തൊട്ടടുത്ത് സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സിൽ നിന്നാണ് അവർക്ക് 2,000 crore കിട്ടിയിരിക്കുന്നത്. അടുത്തത് കൺസ്യൂമർ പ്രൊഡക്റ്റിൽ നിന്ന് 8,847 ആണ് കിട്ടിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്, ഹെഡ് ഓഫീസും ഇൻഫർമേഷൻ സെൻറ്റർ, മാർക്കറ്റ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഗ്രീനിലുള്ളതാണ് മാർക്കറ്റ്സ്. അപ്പം നമുക്ക് തന്നെ അറിയാം, ഇന്ത്യ റൈറ്റ് സൈഡിലുള്ളതാണ് ഇന്ത്യ, ഗ്ലോബലാണ് ഇപ്പുറത്ത് കാണിക്കുന്നത്. അവർക്ക് മാർക്കറ്റ്സ് ഗ്ലോബലിൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മോളിൽ നിന്ന്. അത് ശരിവെക്കുന്നതിന് താഴത്തെ ഒരു ചിത്രവും. ദെൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ് ഓഫീസ് ഉള്ളത് ഒറ്റ സ്ഥലത്താണ്, അതായത് മുംബൈയിലാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ദെൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉള്ളത് ഗുജറാത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അപ്പം നമുക്ക് റീസെൻ്റ്ലി ഒരു ന്യൂസസ് ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലെ ആന്ധ്രാപ്രദേശിലെ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ളത്. അതൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാം. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ കോവിഡിൻ്റെ ഒരു രീതിയിൽ ഒബ്വിയസ്ലി കുറച്ച് ഇഷ്യൂസൊക്കെ ഇപ്പോഴും ഉണ്ടാകും, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിപ്പോൾ തമിഴ്നാട്ടിലായിക്കോട്ടെ, നമുക്ക് അറിയാം കേസസ് ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് അപ്പോൾ നെക്സ്റ്റ് ക്വാർട്ടേഴ്സിൽ അതിൻ്റെ റിസൾട്ട് ബാഡ് ആകുന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. റാലിസിൻ്റെ ഇന്നോവേഷൻ കെമിസ്ട്രി ലാബും ഇവരുടെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് റവന്യൂയുടെ കാര്യം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇവരുടെ ബിസിനസ്സിൻ്റെ പ്രോഡക്ട്സ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ബേസിക് കെമിസ്ട്രി പ്രോഡക്ട്സിൽ വരുന്നതാണ് സോഡ ആഷ്, ബൈകാർബ്, സിമെൻറ്റ്, സോൾട്ട്, മറൈൻ കെമിക്കൽസ്, അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ഉള്ള പ്രോഡക്ട്സ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. സോഡ ആഷ്, 3rd largest മാനുഫാക്ചർ ഇൻ ദ വേൾഡ്. അതിൻ്റെ അർത്ഥം അതായത് 3ാമത്തെ ഏറ്റവും വലിയ സോഡ ആഷ് മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ടാറ്റ കെമിക്കൽ ലിമിറ്റഡ് ആണ്. അപ്പം തന്നെ നമുക്കറിയാം മാർക്കറ്റിൽ അവർക്കുള്ള പ്രസൻസ് എത്രയുണ്ടെന്ന്. സെക്കൻഡ്, സോഡിയം ബൈകാർബണേറ്റിൻ്റെ 6 മാനുഫാക്ചറർ ഇവർ തന്നെയാണ്. അപ്പം മാർക്കറ്റ് ലീഡർ എന്ന് തന്നെ ഇവരെ വിളിക്കാം നമുക്കിതിൽ. തൊട്ട് താഴെ സോൾട്ടിൻ്റെ സെയിൽസിൽ മാർക്കറ്റ് ലീഡറാണ്. ഡെഫിനറ്റ്ലി ഞാൻ ഉപയോഗിക്കുന്നത് ടാറ്റ സോൾട്ടിൻ്റെ ടാറ്റ കെമിക്കലിൻ്റെ പ്രൊഡക്റ്റായിട്ട് ടാറ്റ സോൾട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നമ്പർ 1 ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. തൊട്ട് താഴെ പൾസസിലെ ബ്രാൻഡിൽ അവർ ഫസ്റ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെ അതേ തന്നെയാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ടാറ്റ സോൾട്ട് സെക്കൻഡ് മോസ്റ്റ് ട്രസ്റ്റഡ് ഫുഡ് ബ്രാൻഡ് ഇൻ ഇന്ത്യ. അത് ശരിവയ്ക്കുന്നതാണ്. ടാറ്റ സോൾട്ടിൻ്റെ കല്ലുപ്പും പൊടിയപ്പും ഉണ്ട്. അത് തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലും, ഞാൻ കുറേ സ്ഥലത്തുള്ള മാളുകളിലും അതേപോലത്തെ സൂപ്പർ മാർക്കറ്റിലും നോക്കി അവിടെ വെച്ചിരിക്കുന്ന സോൾട്ട് ടാറ്റ സോൾട്ടിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് താഴെ സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് ഫുഡിലുണ്ട്, അഗ്രികൾച്ചറിലുണ്ട്. നമുക്കിത് ഇവിടെ പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആനുവൽ റിപ്പോർട്ട് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഇത് മൊത്തം നമുക്ക് ഇതിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ബേസിക് കെമിസ്ട്രി പ്രൊഡക്റ്റിൽ സിമെൻറ്റിൻ്റെ ഒരു കൺസ്ട്രക്ഷനിലും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതൊരു സിംഗിൾ പ്രൊഡക്റ്റിലോ അല്ലെങ്കിൽ സിംഗിൾ ഒരു ഇൻഡസ്ട്രിയിലല്ല ഇവർ ചെയ്തിരിക്കുന്നത്. കെമിക്കൽ ഇൻഡസ്ട്രിയിൽ പെടുന്നതാണെങ്കിൽ ഇവരുടെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഇവർ ഏകദേശം എല്ലാ സെക്ടറിലും തന്നെ ഇവരുടെ ഇൻഫ്ലുവൻസ് ഇവർ കാണിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവരുടെ സൈഡിലൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ സൈഡിൽ ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ്, ഇൻ കേസ് ഓഫ് ഡിലേ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സൈറ്റ്സ് ഞാൻ ജസ്റ്റ്
കുറച്ച് കമ്പനീസിൻ്റെ അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. ടാറ്റ ശുദ്ധ് എന്ന് പറയുന്നത് കെമിസ്ട്രി റിലേറ്റഡ് സിമെൻറ്റ് റിലേറ്റഡ് ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ സോഡ ക്രാബും ആൽക്രാബും എന്ത് റിലേറ്റഡ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് പെട്ടെന്ന് നോക്കാം. അതിൽ പിക്ക് കാണുന്ന പോലെ തന്നെ അറിയാം ഇത് കോഴിത്തീറ്റ റിലേറ്റഡ് ഉള്ള പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോഡ ക്രാബ് നമുക്ക് പിക്കിലുള്ള പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതൊരു ബിസ്ക്കറ്റ് റിലേറ്റഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, ഞാനത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റ്, കുക്കീസ്, ബ്രെഡ്, കേക്ക്സ്. അപ്പോൾ ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അവരുടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. ഇത് സോഡിയം ബൈകാർബണേറ്റിൻ്റെ പ്രൊഡക്റ്റാണ്. നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു 6th ലാർജസ്റ്റ് മാനുഫാക്ചർ ആണെന്ന്. അപ്പോൾ എന്തൊക്കെ ബൈ പ്രൊഡക്റ്റാണ് ഇവർ ഉണ്ടാക്കുന്നത് നമുക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ട്. സോഡിയം ബൈകാർബണേറ്റ് ആണ് ഇവരുടെ പ്രൊഡക്റ്റ് എന്നുള്ളത്. അതായത് മെഡിസിൻസ് ഉണ്ട്, ഫേസ് ക്രീം ഉണ്ട്, സ്പെഷ്യാലിറ്റി സിൽക്ക, സോഡിയം ക്ലോറൈഡ്, സോഡിയം ബൈകാർബണേറ്റ് ടാബ്ലറ്റ്സ് ഉണ്ട്. എനർജി സയൻസിൽ ടാറ്റ എൻക്യൂ, ഇതൊക്കെ എനർജി ഡ്രിങ്കിൻ്റെ ന്യൂട്രീഷൻ സയൻസിലുള്ള രീതിയിൽ വരുന്നത്. പിന്നെ നമുക്കെല്ലാം അറിയാം സോഡ ആഷ് എന്താണെന്നുള്ളത്. റിഫൈനറി സോഡ, ഇൻഡസ്ട്രിയൽ സോൾട്ടാണ് കേട്ടോ അത്. ടാറ്റ കെമിക്കലിൻ്റെ ടാറ്റ സോൾട്ടിൻ്റെ ഇതാണ് കേട്ടോ ഇൻഡസ്ട്രിയൽ സോൾട്ട് എന്ന് പറയുന്നത്. ദെൻ ലൈഫ് സ്റ്റോക്ക് വരുന്നുണ്ട്, അതായത് കാലിത്തീറ്റ റിലേറ്റഡ് ആണ്. അതിൻ്റെ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട് അവർക്ക്. അതുപോലെ ഇവരുടെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ, അതുപോലെ ക്രഷ്ഡ് റിഫൈൻഡ് സോഡ, അതുപോലെ തന്നെ ഇവർക്ക് ഗ്ലാസസ് ഉണ്ട് മാനുഫാക്ചറിങ്. നമുക്ക് ഈ പിക്സിൽ തന്നെ അത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്തല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വലി 5 ഏരിയാസിലായിട്ടാണ് ഇവൻ്റെ ഈ ഒരു ബിസിനസ്സിൽ. നമുക്കത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം. ബേസിക് കെമിസ്ട്രി പ്രൊഡക്റ്റിന് 4 വരുന്നുള്ളൂ ഇവിടെ. അതായത് ഏഷ്യയിൽ വിൽക്കുന്നത് 4 ഉള്ളൂ. അത് തന്നെ നമ്മൾ പെട്ടെന്ന് മാറ്റി യൂറോപ്പ് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡക്ട്സിൽ വേരിയേഷൻ വരുന്നത് നമുക്കിവിടെ താഴെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ ഓരോ പെർട്ടിക്കുലർ കോണ്ടിനെന്റിൽ ഓരോ പെർട്ടിക്കുലർ പ്രൊഡക്ട്സ് ആണ് വിൽക്കുന്നത്. സോ അവർക്ക് ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ കാരണം ഒരിക്കലും ഒരു പ്രശ്നം വരാതെ സേഫ് സോണിൽ തന്നെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ പ്രൊഡക്ട്സ് അത്ര തന്നെ വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അതുപോലെ ഒരു ചെറിയ ഇഷ്യൂസും ഉണ്ട്. അവരുടെ ഒരു എന്താ പറയുക, ബിസിനസ് സ്റ്റോപ്പ് ആകാൻ ഒരു ചാൻസസും ഇല്ല. ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള വേരിയസ് മെത്തേഡാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത്യാവശ്യം പ്രൊഡക്ട്സും കുഴപ്പമില്ല. അവരുടെ കമ്പനിയുടെ നമ്മളൊരു മാർക്കറ്റ് ലീഡർഷിപ്പ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ. അതിൻ്റെ പ്രൊഡക്ട്സ് തന്നെ നല്ല ഹൈലൈറ്റിംഗ് പ്രൊഡക്ട്സ് ഉണ്ട്. ടാറ്റ സോൾട്ടൊക്കെ എത്രത്തോളം അതിൻ്റെ ഉപയോഗങ്ങൾ ഉണ്ടെന്ന് നമുക്ക് തന്നെ നമ്മുടെ ഡെയിലി യൂസസ് അനാലിസിസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്കിതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് 30%-ന്ന് 34% ആയിട്ട് ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ പബ്ലിക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ് പബ്ലിക്കും ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിങ്ങിൽ നമുക്കറിയുന്ന പോലെ തന്നെ ടാറ്റ സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് 28.51% ഹോൾഡ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് പബ്ലിക് ഷെയർ ഹോൾഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത് LIC ആണ്. LICയുടെ ഒരു ഫണ്ടാണ്, ബാലൻസ്ഡ് ഫണ്ടാണ്, ICICI ബാലൻസ്ഡ് ഫണ്ട്. അതുപോലെ തന്നെ HDFC, അതുപോലെ തന്നെ അത് എല്ലാ മ്യൂച്വൽ ഫണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ് അവരുടെ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ വരുന്നത്. അപ്പോൾ എല്ലാം തന്നെ നല്ല ഷെയർ ഹോൾഡിംഗ് ആണ്. ഡിക്രീസിങ് വന്നത് LIC റീസെൻ്റ്ലി ഒരു ഡിക്രീസ് ഇൻ ദർ ഷെയർ ഹോൾഡിംഗ് എന്ന് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിപ്പോൾ 2019 വരെ ഉള്ളൂ. 2020 അത് ഡെപ്റ്റ് ഫ്രീ ആയി. അത് 2015-14 1.53 എന്നുള്ള ഡെപ്റ്റ് അവർ ഗ്രാജുവലി കുറച്ച് 0.50 ആക്കി 2019. ഇപ്പോൾ 2020 അത് കംപ്ലീറ്റ്ലി ഡെപ്റ്റ് ഫ്രീ ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു സൈൻ ഓഫ് ടേൺ അറൗണ്ട് ആയിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട്. കാരണം ഡെപ്റ്റ് ഫ്രീ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ട് 1 lakh crores അവർ ഇല്ലാണ്ടാക്കുകയാണ്. 2021 തന്നെ ഡെപ്റ്റ് ഫ്രീ എന്നുള്ള രീതിയിൽ അത് കടങ്ങൾ ഇല്ലാണ്ടാക്കി അവർ ഡെപ്റ്റ് ഫ്രീ കമ്പനി ആയിട്ട് മാറുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ചേർത്തിട്ട് അവർ നല്ല രീതിയിൽ ബിസിനസ് എക്സ്പാൻഷൻസ് ശ്രമിക്കുന്നുണ്ട്, ജിയോ മാർട്ട് എന്ന രീതിയിൽ. അതേപോലെ തന്നെ നമ്മുടെ ടാറ്റ കെമിക്കൽ ലിമിറ്റഡും അവരുടെ ഡെപ്റ്റ് കുറച്ചിട്ട് അവരുടെ ഫ്യൂച്ചർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻസാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഡെപ്റ്റ് ഇത്രയും കുറയുന്നുണ്ട്. ഇതൊരു ടേൺ അറൗണ്ട് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഷെയറിൻ്റെ ഏറ്റവും കീ പാരാമീറ്റർ ആയിട്ട് നമുക്കിതിൽ
എടുക്കേണ്ട ഒരു ഫാക്ടറാണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഗ്രാജുവലി കുറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് വാല്യൂഷൻ, അതായത് കറണ്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ 316 രൂപയാണ്. മാർക്കറ്റ് ക്യാപ്പ് 8,094 crore. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ട്രൈഡൻറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 2,000 crore മുകളിലുള്ള രീതിയിലുള്ള ഒരു കമ്പനി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നുള്ളത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ആണ്, എങ്ങനെയാണ് ഒരു ഷെയർ എടുക്കുന്നത് എന്നുള്ളത്. ബെറ്റർ 2,000 മുകളിൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനി എടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതിൻ്റെ ROEയും ROCയും ഏകദേശം ഇൻലൈൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം അടുത്തടുത്തുള്ള രീതിയിൽ വരണം എന്നായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15 മുകളിലാണ് പൊതുവെ കൺസിഡർ ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ ROE 57ഉം ROCE 7ഉം വന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ കഴിഞ്ഞൊരു ഫിനാൻഷ്യൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 6,000 crore അവർക്ക് എക്സ്ട്രാ ആയിട്ട് വന്നത് കൊണ്ടുള്ള ഒരു വേരിയേഷൻ ആണ് ROEയിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് EPSലും 275 വന്നിരിക്കുന്നത്. നേരത്തെ വെറും വളരെ കുറവായിരുന്നു ലാസ്റ്റ് ഇയറിൽ കമ്പയർ ടു ദി കറണ്ട് വൺ. ആ ഒരു 6,000ൻ്റെ എക്സ്ട്രാ ഇൻകമാണ് ഇത്രയധികം EPS കയറാൻ ഒരു കാരണമായിരിക്കുന്നത്. അതുപോലെ ബീറ്റ വാല്യൂ നോക്കുകയാണെങ്കിൽ 1.33 ഉള്ളൂ. അത്രയും വോളറ്റാലിറ്റി ഉണ്ടെന്ന് നമുക്കിവിടെ പറയാൻ പറ്റില്ല. അതേപോലെ PE 1.15 ഉള്ളൂ. ഇൻഡസ്ട്രി PE വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു സ്റ്റോക്കിന് വളരാൻ ചാൻസസ് ഉണ്ടെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു PEയുടെ വാല്യൂ കൊണ്ട്. PB ആണെങ്കിലും 0.68 ഉള്ളൂ. അപ്പം നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ ഈ രണ്ട് പാരാമീറ്ററും അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0 ആണ്. അപ്പം നമുക്ക് ലാസ്റ്റത്തെ ഇതിലൊരു സ്ലൈഡ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ 2014 തൊട്ട് ഇവർ ഗ്രാജുവലി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കുറച്ച് വരുന്നുണ്ട്. അത് ഡെപ്റ്റ് കുറച്ച് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1.53 ലാസ്റ്റ് 2019 0.50 ആയിരുന്നു. ദെൻ അവിടെ നിന്ന് ഇത് ഡെപ്റ്റ് ഫ്രീ ആയിട്ട് മാറിയിട്ടുണ്ട് 0 എന്നുള്ള. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ വളരെ 20 എന്ന് പറയുന്നത് തന്നെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് അത്രയും സ്റ്റെബിലിറ്റി ഉണ്ട്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എത്ര ഉയരുന്നതോറും അത്രയും നല്ലതാണെന്നുള്ള രീതിയിലാണ് നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യാറുള്ളത്. കറണ്ട് റേഷ്യോ 2.72 ഉണ്ട്. 1 അബോവ് ഉള്ളത് ഗുഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ സോൾവൻസി റേഷ്യോയിലും അത്യാവശ്യം എല്ലാം കമ്പനിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഉള്ളത്. ഇനി ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 470 റുപ്പീസാണ്. അപ്പോൾ കറണ്ട് വാല്യൂവിനേക്കാളും ഒരുപാട് കൂടുതലാണ് ബുക്ക് വാല്യൂ. അപ്പോൾ എന്തുകൊണ്ടും ഒരു സേഫ് ബെറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഷെയറിനെ പറയാം. കാരണം ഈ ഒരു ബുക്ക് വാല്യൂവിൽ താന്ന് കിട്ടുന്ന ഷെയർസ് എടുക്കുന്നതിൽ വലിയ കുഴപ്പമില്ല. കാരണം എല്ലാ കടങ്ങളും എല്ലാം വീട്ടി കഴിഞ്ഞ് വരുന്ന വാല്യൂ ഒരു പെർ ഷെയർ വാല്യൂ ആണ് ഈ ബുക്ക് വാല്യൂ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ അത് കറണ്ട് മാർക്കറ്റ് പ്രൈസിന് കുറഞ്ഞു നിൽക്കുക എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഓവർ പ്രൈസ്ഡ് അല്ല എന്ന രീതിയിൽ നമുക്കിവിടെ വിലയിരുത്താൻ പറ്റും. അതുപോലെ തന്നെ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ 0.69 ഉള്ളൂ. 1 താഴെ പൊതുവെ ഗുഡ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ റിസൾട്ട് വന്നിട്ട് 672 crore ആണ്. അതേപോലെ ഇതിൻ്റെ 52 വീക്ക് ഹൈയും ലോയും നോക്കുകയാണെങ്കിൽ 779ഉം 197ഉം ആണ്. 197 എന്നാണ് ഇപ്പോൾ ഇത് റിക്കവറായിട്ട് അറൗണ്ട് 315 റുപ്പീസിൽ എത്തിയിരിക്കുന്നത്. അഗെയിൻ നമുക്കത് ഫോർകാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഒരു 420 ലെവൽ വരെ ഈ മിഡ് റേഞ്ചിൽ പോകാം. ഒരു ഷോർട്ട് ടേം റേഞ്ചിൽ നമുക്കിതിനെ പരിഗണിക്കാം. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു അനാലിസിസ് ആണ് ഈ ഒരു കമ്പനിയുടെ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വിലയിരുത്തലുകളും അനാലിസിസുകളും ചെയ്തിട്ട് ഈ സ്റ്റോക്കിനെ എടുക്കാതിരിക്കാം. കാരണം ഇത് ജസ്റ്റ് ഒരു പെട്ടെന്നുള്ളൊരു അനാലിസിസ് ആണ്. വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള രീതികളിൽ ഒന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് അവരുടെ ഒരു പുതിയ റിസൾട്ടും ആനുവൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ മണി കൺട്രോളിൽ അവൈലബിൾ ആയിട്ടതും അതുപോലെ തന്നെ വേറെ പല സൈറ്റുകളിലും ഉള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ്, സ്ക്രീനറും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ്. പൊതുവെ എങ്ങനെയാണ് സ്ക്രീനേഴ്സിൽ ഈ ഒരു സ്റ്റോക്കിനെ പറ്റി നോക്കുന്നതെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ക്രീനറായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ടിക്കർ ടേപ്പിനെയും അതുപോലെ തന്നെ മണി കൺട്രോളിലാണ്. നമുക്കിവിടെ സൈഡിൽ കാണാം ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും കുറവാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. FDക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് ഓഫേഴ്സ് ഗുഡ് ഡിവിഡൻഡ് റിട്ടേൺസ്, ഡിവിഡൻഡ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നതിന് ഇയർലി ബേസിസ് തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിനെ ഒരു ഗുഡ് ടൈം ടു കൺസിഡർ സ്റ്റോക്ക് നോട്ട് ഇൻ ഓവർബോട്ട്. അത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഓവർബോട്ട് റീജിയൻ അല്ല എന്നുള്ളത് തന്നെയാണ് ടിക്കറ്റ് ടൈപ്പിലും പറയുന്നത്. അതുപോലെ തന്നെ ഒരു റെഡ് ഫ്ലാഗ്സ് പോലും ഇല്ല. ദെൻ അഗൈൻ നമ്മൾ മണി കൺട്രോളിൽ വരികയാണെങ്കിൽ 82% ആൾക്കാരും ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ആയിട്ടാണ് പറയുന്നത്. എന്നിരുന്നാൽ കൂടി നിങ്ങളുടെ ഒരു അനാലിസിസ് എല്ലാം എടുത്ത ശേഷം മാത്രം ഈ ഒരു സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുക എന്ന് പൊതുവെ എല്ലാവർക്കും ഇതിനോടൊരു എന്താ പറയുക പ്രത്യേക
എതിർപ്പോ അങ്ങനെയൊന്നുമില്ല. കാരണം ഇത് നെഗറ്റീവ് വാല്യൂസ് ഒന്നും ഇവിടെ ഇപ്പോൾ കൽപ്പിച്ചിട്ടില്ല ഏതൊരു റെക്കമെൻഡേഷൻസിലാണെങ്കിലും. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്ക് പിക്ക് ചെയ്യോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഈ പറഞ്ഞ ടിക്കറ്റ് ടൈപ്പിലാണെങ്കിലും മണി കൺട്രോളിൽ പറയുന്ന റെക്കമെൻഡേഷൻസ് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നില്ല. ഇതാണ് ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ടിൻ്റെ ഹൈലൈറ്റ്സ്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് കൺസ്യൂമർ പ്രോഡക്റ്റ് ബിസിനസ് ട്രാൻസിഷൻസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അതെന്താണെന്ന് അടുത്ത സ്ലൈഡിൽ പറയാം. വേറെ ഏതൊരു ട്രാൻസാക്ഷൻ അവർ മാറ്റിയിട്ടുണ്ട്, ബിസിനസ് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ 2 പ്ലാന്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടുള്ള തമിഴ്നാടും ആന്ധ്രാപ്രദേശിലും. ആക്ച്വലി അത് ഷട്ട് ഡൗൺ ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി വിൽ കണ്ടിന്യൂ ടു ഫോക്കസ് ഓൺ ബേസിക് കെമിസ്ട്രി പ്രോഡക്റ്റ് ആൻഡ് സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ് വെർട്ടിക്കൽസ് ഗോയിങ് ഫോർവേഡ്. അതായത് ഈ 2 സെക്ടറാണ്. അതായത് അവരുടെ മൂന്നാമത്തെ സെക്ടറായിട്ടുള്ള കൺസ്യൂമർ പ്രൊഡക്ട്സിനെ അവരിതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതാണ് ഈ ബിസിനസ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അവരിതിൽ നിന്ന് എങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിൽ അത് ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ചെയ്തിരിക്കുന്നത് ഒരു ലിഥിയം അയൺ ബാറ്ററിയുടെ റീസൈക്ലിംഗ് ഓപ്പറേഷൻസ് മുംബൈയിൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ ടാറ്റ ശുദ്ധ് എന്ന് പറഞ്ഞാൽ അവർ സിമെൻറ്റിൻ്റെ ഇതാണ്, അത് അവർ ഗുജറാത്തിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ കീ വൺ, ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ടത്. അതായത് ഡീമെർജർ ഓഫ് എ കൺസ്യൂമർ പ്രോഡക്റ്റ് ബിസിനസ് ഓഫ് ടാറ്റ കെമിക്കൽസ്. അതായത് ടാറ്റ സോൾട്ടിനെ അവർ ടാറ്റ കെമിക്കൽസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ടാറ്റ സോൾട്ടിനെ അവർ കൺസ്യൂമർ സെഗ്മെൻറ്റ് ആയിട്ട് മെർജ് ചെയ്തു. അതായത് ടാറ്റ ഗ്ലോബൽ ബ്രിവറേജിലേക്ക് ആ ഒരു സെഗ്മെൻറ്റ്, അതായത് കൺസ്യൂമർ സെഗ്മെൻറ്റും കൂടെ മെർജ് ചെയ്തു. അതിനുശേഷം അത് റീനെയിം ചെയ്തു ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന്. കാരണം ബിവറേജിൽ എന്താ ഉള്ളതെന്നുള്ളത് നമുക്കറിയായിരുന്നു, കണ്ണൻദേവന് അതുപോലത്തെ ഉള്ള പ്രൊഡക്ട്സ് ആയിരുന്നു. അപ്പോൾ അത് സോൾട്ടും കൂടെ വരുമ്പോൾ പിന്നെ ബിവറേജ് മാത്രമായിരിക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് ആ ഒരു പേരും കൂടെ മാറ്റേണ്ടി വന്നത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്നാണ്. അതായത് ടാറ്റ സോൾട്ടിലുള്ള കൺസ്യൂമർ പ്രൊഡക്ട്സ് ഐറ്റംസ് അവർ ടാറ്റ ഗ്ലോബൽ ബിവറേജുമായിട്ട് മെർജ് ചെയ്ത ശേഷം അതിൻ്റെ പേര് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്നാക്കി. ഇപ്പോൾ ഷെയർ നെയിമും ആണ് ഈ മാറിയിരിക്കുന്നത്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡിന് ഷെയർ ഉണ്ട്. അതുപോലെ തന്നെ ടാറ്റ കെമിക്കൽ ലോകത്തെ വുമൻസിന് വർക്ക് ചെയ്യാൻ പറ്റിയ 10 ബെസ്റ്റ് പ്ലേസസിൽ ഒന്നാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ റാലിസിൻ്റെ അവരുടെ ആ റൈസ് ക്രോപ്പ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻസും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിലെ കീ ഹൈലൈറ്റ്സ് ഓഫ്. താങ്ക്സ് ഓൾ. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സ് ആസ് വെൽ ആസ് സജഷൻസ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വീഡിയോ ഇടുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഓൾ. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.